പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഹെവൻലി ടച്ച് ഈ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന സ്വർഗീയ ദൂത്, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക, ധരിക്കുക. ലൂക്ക എഴുതിയ സുവിശേഷം 24:49 വാക്യം. യേശു പറഞ്ഞു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. യേശു ഇതാ ഉത്ഥാനം ചെയ്ത് ദൈവപിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞ വചനം, അത് നമ്മുടെ ജീവിതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വചനമാണ്. എന്താണ് യേശു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? കർത്താവ് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കുക. ധരിക്കുക എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കാരണം നമ്മൾ വസ്ത്രം ധരിക്കാറുണ്ട്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ധരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കാൻ തുടങ്ങും. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന് നമ്മെ നയിക്കാൻ തുടങ്ങുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമ്പന്നതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നമ്മിൽ പൂക്കാൻ തുടങ്ങും, തളിർക്കാൻ തുടങ്ങും. നമ്മൾ ഒരു ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കും. പ്രിയപ്പെട്ടവർ, മലയാളം ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ എങ്ങനെയാണ്? ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു, യു ആർ ഇൻവെസ്റ്റഡ് വിത്ത് പവർ ഫ്രം എബവ്. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക മാത്രമല്ല, ആ ശക്തി കർത്താവ് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കൈകളിൽ അല്പം സമ്പത്ത് ബാലൻസ് വന്നാൽ നമ്മൾ ആ സമ്പത്ത് ബാങ്കിൽ നിക്ഷേപിക്കും, ഇൻവെസ്റ്റ് ചെയ്യും. എന്തിനാണ്? പിന്നീട് ആവശ്യം വന്നാൽ നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ദൈവശക്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ നിക്ഷേപിക്കപ്പെടുകയാണ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. ഓരോ വിശുകുർബാനയിലൂടെയും, ഓരോ പ്രാർത്ഥന ശുശ്രൂഷയിലൂടെയും, ഓരോ നിമിഷങ്ങളിലും നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഓരോ പ്രാവശ്യം വചനം ധ്യാനിക്കുമ്പോഴും, വചനത്തിലൂടെയുള്ള അഭിഷേകം നമ്മൾ സ്വീകരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതങ്ങളിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പോരാട്ടം വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ സ്വീകരിച്ച് മുന്നേറുമ്പോൾ ലോഭകൻ മാറിപ്പോകും. ദൈവത്തിൻ്റെ ശക്തി നമ്മെ നയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുന്ന ദൈവ പൈതലായി രൂപാന്തരപ്പെടുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനായി ഞാൻ നിങ്ങളെ പ്രത്യേകമായി ശുശ്രൂഷയ്ക്കായി വെൽക്കം ചെയ്യുകയാണ്. ഓഗസ്റ്റ് 6 തീയതി മുതൽ കറുകുറ്റി നസ്രത്ത് ധ്യാന സെൻറ്ററിൽ ആത്മവസന്ത അഭിഷേക ധ്യാനം തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? നിശ്ചയമായും ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വരുവാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ദാഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കൂട്ടത്തിൽ നിന്ന് ഒരു വിറക് കൊള്ളിയെ മാറ്റിവെച്ചാൽ അല്പം കഴിഞ്ഞാൽ അത് കെട്ടപ്പെട്ടു പോകും. എന്നാൽ വീണ്ടും ആ വിറകിനെ ആ തീക്കൂട്ടത്തിലേക്ക് വെച്ചാൽ അത് കത്തിപ്പടരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കൂട്ടം ജനത്തോടൊപ്പം നമ്മളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളും ഒരുമിച്ച് അതിൽ ജ്വലിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളും പരിശുദ്ധാത്മാവിൻ തീയെ കത്തിപ്പടരും. അതുകൊണ്ട് ആത്മവസന്ത അഭിഷേക ധ്യാനത്തിലേക്ക് ഞാൻ നിങ്ങളെ വലിയ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മഹത്വം സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.